ജപമാലകൻ ഇന്ന് മെയ് മാസം 29 വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയിലെയോ വായന യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായത്തിൽ 19 മുതൽ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങൾ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ സന്ദേശം ഈശോയുടെ നാമത്തിൽ നൽകപ്പെടുന്നതാണ്. ഈശോയോട് ചോദിക്കുന്നവരാണ്, ഈശോയിൽ വിശ്വസിക്കുന്നവരാണ് ചോദിക്കുക. ഈശോയുടെ നാമത്തിൽ ചോദിക്കുന്ന ആരോടാണ്? പിതാവായ ദൈവത്തോട്. ദൈവത്തോട് ഈശോയുടെ മനോഭാവം എന്താണ്? വാത്സല്യമുള്ള പിതാവെന്നാണ്. ഈശോയുടെ ബോധ്യം എന്താണ്? പിതാവിനുള്ളതെല്ലാം എൻ്റേതാണ്, എനിക്കുള്ളതെല്ലാം പിതാവിൻ്റേതാണ്. ഈശോയും പിതാവും ഒന്നാണ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം തന്നെ ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവൻ്റെ ജീവിത ദർശനം ദൈവം മഹത്വമാണ്. ദൈവം തൻ്റെ ജീവിതത്തെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം അറിയാതെയും അനുവദിക്കാതെയും തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിൽ സുരക്ഷിതനാണെന്നും വിശ്വസിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ട്. ആരാധന ക്രമപ്രകാരം ശ്ലീഹാകാലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയെ സ്വർണ്ണ വെള്ളിയാഴ്ച എന്നാണ് പറയുക. സുന്ദര കവാടത്തിൽ കിടന്ന ജന്മനാ മുടന്തനായവന് 10 ദിവസം സൗഖ്യം നൽകിയതാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. 10 ദിവസയുടെ വചനം എന്തായിരുന്നു? സ്വർണ്ണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശു നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. നടപടി 3:6. ശ്ലീഹായോടൊപ്പം സന്തോഷം കൊണ്ട് തുള്ളിച്ചാട് മുടന്തൻ പള്ളിയിൽ പ്രവേശിച്ചു. 10 ദിവസയുടെ കയ്യിലുള്ള യേശുവിന് വിശ്വാസം മാത്രമാണ്. സ്വർണത്തേക്കാൾ വിലയേറിയതാണ് വിശ്വാസം എന്ന് ചുരുക്കം. ഈശോയുടെ നാമത്തിൽ ചോദിക്കുക എന്ന് നൽകപ്പെടുമെന്നാണ് ഇന്നത്തെ സുവിശേഷം പഠിപ്പിക്കുന്നത്. യാക്കോബ് പഠിപ്പിക്കുന്നു, ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ തിന്മയായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പൊതുവെ യാചനയുടെ രൂപമാണുള്ളത്. ആരാധനയ്ക്കോ നന്ദിക്കോ അല്ലെങ്കിൽ പശ്ചാത്താപത്തിനോ ശ്രദ്ധിക്കാതെ യാചനയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന. മുടന്തന യാചകൻ്റെ മനോഭാവമാണത്. പിച്ചക്കാരെ പോലെ ധർമ്മം ചോദിക്കാൻ നമുക്കറിയും. പ്രാർത്ഥിക്കുമ്പോൾ പിച്ചക്കാരൻ്റെ നിലവാരമേ നമുക്കുള്ളൂ. മക്കളുടെ അന്തസ്സ് പുലർത്തുന്നില്ല. ധർമ്മക്കാരനെ യാചിക്കുമ്പോൾ നക്കാപ്പിച്ച നൽകി ഒഴിവാക്കുകയാണ് ചെയ്യുക. ധർമ്മം യാചിക്കുന്നവനും അതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പ്രാർത്ഥനയ്ക്ക് അതൊരു നമ്മൾ പിച്ചക്കാരെ മാറിക്കൂടാ. അപ്പനോട് ചോദിക്കേണ്ട കാര്യം തന്നെയില്ല. അപ്പൻ അറിഞ്ഞു തന്നെ തന്നുകൊള്ളു. മകൻ അന്തസ്സോട് ജീവിക്കുന്നത് അപ്പന് കൂടി നിർബന്ധമുള്ള കാര്യമാണ്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ പുലർത്തുന്ന മനോഭാവം എന്ന് മനസ്സിലാക്കട്ടെ.